അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ആ രാത്രി പെട്ടെന്ന് ഷാമിലാണ് തിരിച്ചു വന്നത്. അതെ, ഷാമിൽ തിരിച്ചു വരുന്നത് ഒരിക്കൽ പോലും അവർ അറിഞ്ഞില്ല എന്ന് തന്നെ പറയാം. എന്നാൽ പെട്ടെന്ന് ഷാമിലിനെ കണ്ട എളാമ ഞെട്ടിപ്പോവുകയാണ് ചെയ്തത്. അവൻ എന്ത് പറയണമെന്നറിയാതെ നിശബ്ദമായി അവനെ നോക്കി. എന്താ എളാമ, ഞാൻ തിരിച്ചു വരില്ല എന്ന് കരുതിയോ? ഷാമിലെ, എന്തെടുക്കാൻ പറഞ്ഞത്? എന്ത് പഠിച്ചവനെ, വേഗം പൊയ്ക്കോ. ഫ്ലൈറ്റ് മിസ്സാകുന്നതിന് മുമ്പ് വേഗം പൊയ്ക്കോ. ഫ്ലൈറ്റ് മിസ്സാവോ? പൊയ്ക്കോ. എന്ത് വേണ്ടത്? ഞാൻ അടുത്ത് കൊണ്ടുവരാം. ഞാൻ അകത്തേക്ക് കയറണ്ട. കാരണം ഇനിയിപ്പോൾ അകത്തേക്ക് കയറി നീ ലേറ്റായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യാത്ര പോകുമ്പോൾ തിരിച്ച് വരരുതെന്നൊക്കെയാണല്ലോ. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ആരത്തെയും കൊടുത്തേക്കില്ലായിരുന്നോ? എന്ത് കരുതിയിട്ടാണ് ഈ ഒരു സമയത്ത് വന്നത്? എന്താ വേണ്ടത്? ഒന്നും വേണ്ട, ഞാൻ പോണില്ല. അതെന്താ ഷാമിലെ അങ്ങനെ പറയുന്നത്? എന്തൊക്കെ പറയുന്നേ റബ്ബേ? എന്താ നീ പറയണത്? പോകണില്ലാന്നോ? ഗൾഫിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ട് എന്താ തിരിച്ചു വരുന്നത്? ഞാൻ പോണില്ല. എളാമ വാതിലിൽ തന്നെ നിന്നു. ശരിക്കും അകത്തുള്ള അവൻ പെട്ടു എന്ന് തന്നെ പറയാം. എന്തൊക്കെയാ ആണുങ്ങൾ ഒച്ചക്ക് കേൾക്കുന്നുണ്ടോ? എന്നെ ഇപ്പം പിടിച്ചു കൊണ്ടുപോകും. എന്താ ഞാൻ ചെയ്യുക? എനിക്കറിയുന്നില്ല. എളാമ, വാതിൽക്കൊന്ന് മറിക്കണേ. എന്തിനാ? എന്ത് കാര്യത്തിനാ? ഇറങ്ങിപ്പോകാൻ നോക്ക്. ഗൾഫിലേക്ക് പോകുന്ന ആളെ ഇങ്ങോട്ട് തിരിച്ചു വന്നേക്ക്. എന്താന്നില്ലേ? നിനക്കെന്താ നാണല്ലേ? ഷാമിലെ, എളാമ മാറിക്ക്. എനിക്ക് അകത്തേക്ക് പോകണം. എനിക്ക് എൻ്റെ റൂമിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കാണ്ട്. എന്താ എളാമ നിങ്ങളിങ്ങനെ ഇവിടെ ക്ലോസ് ചെയ്ത് വെച്ചിക്കണ്? എന്നാൽ വാതിലിൽ തന്നെ എളാമ നിൽക്കുന്നു. ഷാമിലേ, ഈ നട്ടുപാതിരൊക്കെ എന്തിനെൻ്റെ അടുത്തേക്ക് വന്നിക്കണ്? മക്കളും കൂടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഞാനേ ഇവിടെ ആളുകളൊക്കെ വിളിച്ചു വരുത്തിട്ടോ. എന്ത് കാര്യം നിനക്ക് വേണ്ടത്? മക്കളൊക്കെ ഇല്ല എന്നുള്ള കള്ളിക്ക് നീ എന്നെ തേടി വന്നതല്ലേടാ? എളാമ, ആണെന്ന് കൂട്ടിക്കോളി എന്ന് പറഞ്ഞ് ശക്തമായി അതാ ഷാമിൽ അകത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചപ്പോൾ എളാമ കൈവച്ചു. കയറിപ്പോവരുത്. ഒരിക്കൽ പോലും എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും ഇല്ലാത്ത അവസ്ഥയിൽ ഞാൻ നിന്നെ ഇങ്ങോട്ട് കയറ്റൂല. കാര്യം നീ എൻ്റെ മകനൊക്കെ തന്നെയാണ്. പക്ഷേ ഈ സമയത്ത് എന്ത് ബുദ്ധി തോന്നിയിട്ടാണ് നീ എൻ്റെ അടുത്തേക്ക് വന്നത്? നീ എന്നെ പീഡിപ്പിക്കാൻ വന്നാണല്ലേടാ? എന്നാൽ എളാമ കുതന്ത്രങ്ങൾ മാറി മാറി ഉപയോഗിക്കുകയാണ്. എന്നാൽ ഷാമിൽ പതറിയില്ല. എളാമ, മതി ഉരുണ്ട് കളിച്ചത് മതി. മാറിത്തരി. ഇങ്ങക്ക് എന്താ വേണ്ടത്? അതെനിക്കറിയാം. ഇവിടെ ആരുള്ളത്? സത്യം പറയലാമ. എന്നാൽ ഷാമിൽ മുത്തുക്കയെ വിളിച്ചു. മുത്തു! കാറിൽ നിന്നും അവൻ ഇറങ്ങി. ശരിക്കും മുത്തുവിൻ്റെ മുഖം കണ്ടപ്പോൾ അത് എളാമ ഞെട്ടിപ്പോയി. അവരാകെ വിളർത്ത പോലെയായി. അവർക്ക് വാക്കുകൾ കിട്ടുന്നില്ലായിരുന്നു എന്ത് പറയണമെന്ന്. ആ നിമിഷം തന്നെ അതാ മുത്തുക്ക അങ്ങോട്ട് വന്നു. എന്താ? അല്ല, നീയാണോ ഇവനെ ഗൾഫിലേക്ക് പറഞ്ഞേക്കാതെ ഇവിടെ പിടിച്ചു നിർത്തിയത്? എനിക്കതിൻ്റെ ആവശ്യമില്ലല്ലോ. എന്നാൽ വഴിയിൽ വെച്ച് ഷാമിൽ വിവരങ്ങളെല്ലാം മുത്തുവിനോട് പറഞ്ഞു. മുത്തു, ഇതൊക്കെയാണ് സ്ഥിതി, വീട്ടിൽ ആരുമില്ല, എളാമ ഒറ്റക്ക് നിൽക്കാന്നൊക്കെ പറഞ്ഞത്. എന്നാൽ മുത്തു അപ്പോഴേ സംശയം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ഷാമിൽ, ആ ടിക്കറ്റ് നീ ക്യാൻസൽ ചെയ്തേക്ക്. നമുക്കിതിനൊരു തീരുമാനമായിട്ട് പോകാം. അല്ലാതെ ആ മക്കളാകെ ബുദ്ധിമുട്ടാവും, ഇടങ്ങാറാകും. എളാമയുടെ ആ കള്ളക്കളിതോടുകൂടി അവസാനിപ്പിക്കണം. ഷാമിലിന് ശരിക്കും സങ്കടം മറ്റൊന്നും അല്ലായിരുന്നു. അതെ, ഞാൻ പോകുന്ന ദിവസമായിട്ട് പോലും ഉപ്പയില്ല. എന്നിട്ട് മക്കളെയും പറഞ്ഞേച്ചിട്ടാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ തന്നെ എന്തോ ഒരു പൊന്തികേട് തോന്നിയിട്ടുണ്ട് ശരിക്കും. എന്നാൽ ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല എന്നുള്ളത് മുത്തുവിനോട് പറഞ്ഞിരുന്നു. മുത്തുവിന് കാര്യങ്ങളെല്ലാം ഏറെക്കുറെ മനസ്സിലാവുകയും ചെയ്തിരുന്നു. കാരണം ഷാമിലുള്ള സമയത്ത് തന്നെ അതങ്ങ് തീർത്ത് കളയും. അതുകൊണ്ട് തന്നെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് അവർ തിരിച്ചു വരികയായിരുന്നു. എന്നാൽ എളാമ ആകെ പേടിച്ച് വെറുക്കാൻ തുടങ്ങി മുത്തുവിനെയും കണ്ട്. എന്താ? നീ എവിടുന്നാടാ? നീ എന്തിനാ ഇങ്ങോട്ട് കയറി വരുന്നത്? ഞാൻ ഇങ്ങോട്ട് കയറി വന്നിട്ടില്ലല്ലോ. ഞാൻ എൻ്റെ കൂട്ടുകാരനാക്കി കൊടുക്കാൻ വന്നതാണ്. എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ എന്തൊക്കെയോ ഒരു ഇതുണ്ട്, അങ്ങനെ വന്നതാണ്. വാടാ മുത്തു. അങ്ങനെ അതാ എളാമ പേടിച്ച് മാറി. എളാമ, നിങ്ങളെന്താ ഇങ്ങനെ വാതിൽക്കൽ നിൽക്കണത്? ഞാൻ എന്ത് തള്ളിയിടണം നിങ്ങളെ? എന്നിട്ട് പീഡിപ്പിക്കാനല്ലേ? ഒരിക്കലും ഞാൻ ഒറ്റയ്ക്ക് നിങ്ങളെ പീഡിപ്പിക്കാനൊന്നും വരുന്നില്ല. എൻ്റെ കൂടെ മുത്തു കൂടി ഉണ്ട്. വാ മുത്തു.
എളാമ്മ പേടിച്ചു വിറച്ചു. അതേ സംഗതികളെല്ലാം വെളിച്ചത്താകുന്നു എന്ന് കണ്ടു. എന്നാൽ അകത്ത് പേടിച്ചരണ്ട് കട്ടിലിൻ്റെ ചോട്ടിൽ കിടക്കുകയാണ് അവൻ. എന്നാൽ അപ്പോൾ തന്നെ മുത്തുവും ഷാമിലും കൂടെ അകത്തേക്ക് കയറുമ്പോൾ അതാ എളാമ്മ ഉറക്കെ കരഞ്ഞു. ഓടി വരണേ, ഇന്നതബിൽ എന്തൊക്കെ ചെയ്യണേ, ഓടി വരണേ, ഗൾഫിലേക്ക് പോവാന്ന് പറഞ്ഞത് തിരിച്ച് ഒറ്റക്കത് വരണേ, രണ്ടാളിൻ്റെ മക്കളില്ലാത്ത സ്ഥിതിക്ക്. എളാമ്മ, നിങ്ങൾ അത്ര തന്നെ ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങളാരും രക്ഷിക്കാൻ വരാൻ പോകണില്ല, ഞങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനും വരില്ല. പക്ഷേ നിങ്ങൾ ആളെ കൂട്ടി വെറുതെ എന്തിനാ എളാമ്മ? എന്നാൽ മുത്ത് പെട്ടെന്ന് തന്നെ അകത്തേക്ക് കടന്നു. എല്ലാ റൂമിൻ്റെയും വാതിലിൻ്റെ ബാക്കിലും കട്ടിലിനടിയിലൊക്കെയുമായിട്ട് ആകെ തിരഞ്ഞു. അങ്ങനെ അതാ മുകളിലുള്ള ബെഡ്റൂമിൻ്റെ മുകളിലേക്ക് എത്തിയപ്പോൾ ബാത്റൂം അടഞ്ഞു കിടക്കുന്നുണ്ട്. വാതിൽ അകത്തേക്ക് കുറ്റിയിട്ട നിലയിലായിരുന്നു. മുത്തുവിന് കാര്യം മനസ്സിലായി. ആള് ബാത്റൂമിലുണ്ട്. എല്ലാ കട്ടിലിൻ്റെ ചോട്ടിലും എല്ലായിടത്തും നോക്കിയിട്ട് ഒരു കാര്യമില്ല. എന്നാൽ അപ്പോൾ തന്നെ അതാ ഷാമിലിനെ വിളിക്കുന്നു. ഷാമിൽ, ആ എന്താടാ, എന്തെങ്കിലും ആയോ? ഒരു ബാത്റൂം ക്ലോസാണ്, ഇങ്ങോട്ട് പോര്. എന്നാൽ ഈ സമയം ഷാമിൽ വാതിലിനെ ശക്തമായി മുട്ടുന്നു. ആരാണ് ഇതിനുള്ളിൽ? വാതിൽ തുറക്കണം, അല്ലെങ്കിൽ നിന്നെ ഇതിനുള്ളിലിട്ട് ചുട്ടുകളയും. ഷാമിൽ അല്പം ദേഷ്യത്തോടെ കൂടി തന്നെയാണ് പറഞ്ഞത്. എന്നാൽ ഈ നിമിഷം അതാ അവൻ വാതിൽ തുറന്നില്ല. എന്നാൽ ഷാമിൽ ദേഷ്യവും സങ്കടവും കൊണ്ട് ശക്തമായി ആ വാതിൽ ചവിട്ടി തുറന്നു. എന്നാൽ അതിനുള്ളിൽ അതാ ശരിക്കും ഞെട്ടിപ്പോകുന്ന ആ ഒരു കാഴ്ച. അത് മറ്റാരുമായിരുന്നില്ല, ഷൗക്കത്ത്. ഷൗക്കത്തിന് പൊടുന്നനെ ഷാമിൽ എടുത്തിട്ട് പെരുമാറാൻ തുടങ്ങി. അത് മുത്തുവും ഷൗക്കത്തും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നാൽ ഷൗക്കത്ത് പറഞ്ഞു, ഞാനല്ല, അത് നിങ്ങളൊന്നും ചെയ്യില്ലേ. പിന്നെ എന്താണ് നിന്നെ വേണ്ടത്? അടിച്ച് പരുവപ്പെടുത്തുകയാണ് രണ്ടുപേരും. പെട്ടെന്ന് എളാം അങ്ങോട്ട് കയറി വന്നു. നിങ്ങളെന്തിനാ ഓനെങ്ങനെ തല്ലുന്നത്? ഞാനാണ് ഓനെ വിളിച്ചു വരുത്തിയത്, അല്ലാതെ ഓനല്ല. ആണോടാ? സത്യം പറ, ആരാ നിന്നെ വിളിച്ചു വരുത്തിയത്? അത് ഓള് തന്നെയാണ് എന്നെ വിളിച്ചു വരുത്തിയത്, അല്ലാതെ ഞാൻ ഒരിക്കലും ഒറ്റക്ക്. ഓഹോ എളാമാ, എന്താ എളാമ നിങ്ങൾ പ്ലാനിങ്? ആളുകളുടെ ഇടയിലേക്ക് നിങ്ങൾ രണ്ട് പേര് ഇറക്കണം. ഞാൻ ഇറക്കിയിട്ട് ഞാൻ ആകപ്പാട് ആൾക്കാരെ വിളിച്ചു കൂട്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറയാണ്. അതെ, ഭർത്താവുള്ള 2 മക്കളുള്ള നിങ്ങൾ ഒരു ഉമ്മയാണോ, ഒരു ഭാര്യയാണോ? നിങ്ങൾ ചെയ്യുന്ന ഈ ചെറ്റത്തരം മക്കളെ പറഞ്ഞയച്ച് എന്നെയും പറഞ്ഞയച്ച് നിങ്ങളിവിടെ എന്തോ ഒരു രഹസ്യമായിട്ടുള്ള തെറ്റുകൾ ചെയ്യായിരുന്നില്ലേ, വ്യഭിചാരികൾ. ഒരിക്കൽ പോലും എൻ്റെ വീട്ടിൽ ഞാനത് അനുവദിക്കില്ല. നിങ്ങൾക്ക് പോകാം എവിടേക്കെങ്കിലും പുറത്ത്. ഒരിക്കൽ പോലും ഇനി എൻ്റെ ഈ വീട്ടിൽ നിങ്ങൾ നിന്ന് പോകരുത്. ഈ വീട്ടിൽ തെറ്റ് ചെയ്യാനുള്ളതല്ല. എന്നാൽ ഈ സമയം നല്ല രീതിയിൽ അതാ മുത്തുവിൻ്റെ കയ്യിൽ നിന്നും അവന് കിട്ടുന്നുണ്ട്. എന്നാൽ ശരിക്കും മുത്തുവിന് നല്ല പകയുണ്ടായിരുന്നു. ഞങ്ങളെപ്പോൾ ഒരിക്കൽ നല്ല ഹലാലായ രീതിയിൽ പെണ്ണ് ചോദിച്ച് ഞാൻ ചെന്നിട്ട് പോലും ആ തള്ള സമ്മതിച്ചില്ല. കൂലിപ്പണിക്കാർക്ക് പെണ്ണില്ല എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് റസിയുടെ ജീവിതം നരകിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച അവർ. അതെ, ഒരിക്കൽ പോലും ഞാൻ എത്ര കരഞ്ഞ് കേണപേക്ഷിച്ചിട്ടും സമ്മതിച്ചില്ല. ഇപ്പോഴിതാ ഭർത്താവുണ്ടായിട്ടും അവിഹിത ബന്ധം തുടരുകയാണ് അവർ. ശരിക്കും ഞെട്ടിക്കുന്ന രീതിയിലുള്ള കാഴ്ചകൾ അവിടെ കണ്ടപ്പോൾ ഷാമിൽ സങ്കടവും ദേഷ്യവും വന്നു. അത് തൻ്റെ പ്രിയപ്പെട്ട ഉപ്പയെ ചതിക്കുന്നവൾ, തൻ്റെ പ്രിയപ്പെട്ട അനിയത്തിമാരെ ചതിക്കുന്ന ഉമ്മ. ഓ പാവം, ആ പൊന്നു മക്കളിതൊന്നും അറിയില്ലല്ലോ. ഇതിന് വേണ്ടിയിട്ടായിരുന്നു ഇത്താത്തയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയത്. അതെ, ഞാൻ ഇത്താത്തയും അളിയനൊക്കെ വിളിക്കണം, എല്ലാവരും വിളിക്കണം. നിങ്ങളിത് കാട്ടിക്കൊടുക്കണം. മുത്തോ, ഓൻ്റെ കൈയും കാലും കെട്ടിയിടടാ. അപ്പോൾ തന്നെ അവനെ പിടിച്ച് അവിടെ കെട്ടിയിരുന്നു മുത്തു. വേണ്ട, ഞാൻ പോയിക്കോളാം, നിങ്ങളിനൊന്നും ചെയ്യില്ലേ. നിന്നെ സ്റ്റേഷനിൽ ഏൽപ്പിക്കണം, അല്ലാതെ പറ്റില്ല. അല്ലാതെ ആളുകളുടെ ഇടയിൽ നിന്ന് അതിനു മുമ്പ് നിങ്ങൾക്ക് നല്ല 2 അടി ആദ്യം കിട്ടണം, 2 പേർക്കും കിട്ടണം. ഷാമിലെ, എൻ്റെ മേത്തെങ്ങനെ കൈവച്ചിട്ടുണ്ടെങ്കിൽ നിനക്കെതിരെ ഞാൻ കേസ് കൊടുക്കും. പിന്നെ കാലാകാലം അഴിയേണ്ടി വരും. എളാമയുടെ ഹുങ്കിന് അപ്പോഴും കുറവില്ല. എളാമ, ഇങ്ങളെ ഞാനല്ല, അത് അടിക്കേണ്ട ആൾ വന്ന് അടിച്ചോളും, അല്ലാതെ ഞാൻ കുറേ അടിക്കുന്നൊന്നുമില്ല. നിങ്ങൾ എന്തൊക്കെ തന്നെയല്ലേ എളാമ്മ, നിങ്ങൾ ഇത്രക്കും നീചിയാകാൻ പാടുണ്ടോ നിങ്ങൾ? ഓഹോ, നീ എന്നെ ചോദ്യം ചെയ്യാൻ വന്നിരിക്കുന്നില്ലടാ. നിനക്ക് വേറൊന്നും പണിയില്ലേ?
എന്നാൽ ഷൗക്കത്ത് താഴ്ന്ന് കൂഴ്ന്ന് പറയുന്നുണ്ട്, ദയവായി നിങ്ങൾ സ്റ്റേഷനിൽ ഏൽപ്പിക്കില്ലേ, ആകെ നാണം കെടുന്ന പ്രശ്നമാണിത്, നാണക്കേടിൻ്റെ പ്രശ്നമാണ്. ഒരിക്കൽ പോലും ഇത് നിങ്ങൾ പറയില്ലേ, പുറത്ത് പറയില്ല, ദയവായി ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തരാം, ദയവായി എന്നെ എത്ര വേണമെങ്കിൽ നിങ്ങൾ അടിച്ചു കൊന്നോളൂ, എന്നാൽ നിങ്ങൾ പുറത്ത് പറയില്ലേ. എന്താ നാണക്കേടുണ്ടോ? ഭാര്യയും മക്കളും വീട്ടുകാരെന്നറിയാതെ അത് ഈ തള്ളച്ചിയുടെ വീട്ടിലേക്ക് തേടിത്തെറിഞ്ഞു വന്ന നിങ്ങളെ വേണം സമ്മതിക്കുക. ഷാമിൽ അവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, അത് ഇവൾ വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. ഇവൾ എന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ മോനൊക്കെ പോവുകയാണ്, എല്ലാവരും പോവണം, എന്തായാലും വരണം എന്ന് പറഞ്ഞു. ഞാൻ ഒരിക്കലും വരാൻ വിചാരിച്ചതല്ല. സത്യം പറയട്ടെ, എത്ര പ്രാവശ്യമാണ് വന്നിക്കണേ? അത് അങ്ങനെയൊന്നുമില്ല, സത്യം പറയണം. എങ്ങോട്ടാണ് നിങ്ങൾ ടൂർ പോയത്? ആ ടൂറ്, കുടുംബശ്രീനെ ടൂർ 2-3 ദിവസം ആരൊക്കെയായിരുന്നു? നീയും ഉണ്ടായിരുന്നില്ലേ? അത് ഞാനും ഓളും മാത്രമായിരുന്നു, അല്ലാതെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. ശരിക്കും അതാ കള്ളത്തരങ്ങളും കള്ളികളുമെല്ലാം പൊളിയുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ അവർ, നിങ്ങളെന്തൊക്കെയാ പറയണത്? ഷൗക്കത്തെ എന്നെ ചതിച്ചുല്ലേ? അവൾ ഷൗക്കത്തിൻ്റെ നേരെയും. അത് പിന്നെ ഞാൻ എന്താ പറയുക, അന്ന് നീ എന്നല്ലേ പറഞ്ഞത് ടൂറ് പോകാനൊക്കെ, നീയല്ലേ പറഞ്ഞത് കുടുംബശ്രീൻ്റെ മീറ്റിംഗ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, ടൂറുണ്ടെന്നൊക്കെ പറഞ്ഞ് നീ എന്നല്ലേ അത്രയൊക്കെ ദിവസം. അയാൾ അങ്ങനെ പറയുമ്പോഴും അവളുടെ ദേഷ്യം ഇരച്ച് കയറുകയായിരുന്നു. ഷാമിലേ, മതി, പിന്നെ ഓനോട് വിട്ടേക്ക്. ആഹാ എളാമ്മ, എന്നിട്ടോ? വിട്ടിട്ടെന്തിനാ? ഇവിടെ ആളുകളൊക്കെ ആകപ്പാടെ അറിയും. അറിഞ്ഞു കഴിഞ്ഞാലേ ഞാൻ മറ്റു പലതും വീണ്ടും പറഞ്ഞുണ്ടാക്കൂട്ടോ, പറഞ്ഞില്ല എന്ന് വേണ്ട. എളാമ്മ, നിങ്ങൾ ഭീഷണിപ്പെടുത്തില്ലേ? പിന്നെ എൻ്റെ ഉപ്പാക്ക് ഇങ്ങനത്തെ ഒരു പെണ്ണിന് ഇനി വേണ്ട. എൻ്റെ ഉപ്പ തെറ്റ് ചെയ്ത് നടക്കുന്ന ഇങ്ങനെയുള്ള പെണ്ണുങ്ങൾ എൻ്റെ ഉപ്പ ആഗ്രഹിക്കണില്ല. ഇങ്ങക്ക് പോകാം, ചെല്ലി, നിങ്ങൾ എടുക്കാനുള്ളൊക്കെ എടുത്ത് നിങ്ങളെ വീട്ടിലേക്ക് പോയിക്കോളി. ഒരിക്കൽ പോലും എൻ്റെ ഉപ്പാൻ്റെ അടുത്തേക്ക് നിങ്ങളിഞ്ഞ് വരരുത്. പിന്നെ മക്കളെ ഞാനങ്ങ് നോക്കിക്കോളാം, മക്കളെ എൻ്റെ പെങ്ങളെ നോക്കിക്കോളും, അല്ലാതെ ഒരിക്കൽ പോലും നിങ്ങൾ എടുത്തിയാട്ടൂല. അത് ഒരു ദിവസം നിങ്ങളുടെ നേരെ ആയിരിക്കും, പിന്നെ എൻ്റെ മക്കളെ നേരെ ഇവൻ വരൂലെന്ന് ആര് പറഞ്ഞ്? എനിക്ക് വിശ്വാസമില്ല നിങ്ങളെ. അതുകൊണ്ട് തന്നെ ദയവായി നിങ്ങൾ ഈ നിമിഷം തന്നെ ഇവിടുന്ന് ഇറങ്ങിക്കോളി, നിങ്ങളെ വീട്ടിലേക്ക്. ഒരിക്കൽ പോലും നിങ്ങൾ ഈ വീട്ടിൽ നിൽക്കരുത്. ഇതെന്ന് വെച്ചാൽ എൻ്റെ വീടാണ്, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ വീടാണ്. ഹലാലായ മാർഗത്തിൽ നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ മാത്രം ഇവിടെ ആരും താമസിച്ചാൽ മതി, അല്ലാതെ ഹറാം ചെയ്യുവാനോ വിഭജിക്കുവാനോ ഒരിക്കൽ പോലും ഈ വീട്ടിൽ നിങ്ങൾ നിന്ന് പോവരുത്. അതെനിക്കിഷ്ടമല്ല. ഷാമിൽ അല്പം ശബ്ദത്തോടു കൂടിയാണ് അത് പറഞ്ഞത്. എന്നാൽ മുത്തു അതിനിടയ്ക്ക് ഷൗക്കത്തിന് നല്ല മിട്ട് കൊടുക്കുന്നുമുണ്ട്. ഷൗക്കത്തെ, മതി, ജീവൻ പോയി കഴിഞ്ഞാലേ പിന്നെ നമ്മളെ കാര്യം പോക്കായിരിക്കും. ഇനിതാ ഈ പമ്പറന്നോളാണ് തല്ലേണ്ടത്. ഇവരൊക്കെ തല്ലാൻ ആൾക്കാരില്ലായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയുന്നില്ല. എന്നാൽ ഷാമിൽ അവരുടെ എളാമ്മയുടെ നേരെ മുന്നിലേക്ക് വന്നു. അല്ല എളാമ്മ, എന്തൊക്കെ? അന്നൊരിക്കൽ നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ പെണ്ണ് ചോദിച്ചത് നിങ്ങൾ എനിക്ക് തന്നില്ല അല്ലേ? എന്നിട്ട് ഇപ്പം നിങ്ങൾ ചെയ്യുന്ന, ഭർത്താവ് ഉണ്ടായിട്ട് പോലും അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്ന നിങ്ങൾ എന്താണ് നിങ്ങൾ മുസ്ലിം എന്ന് പറഞ്ഞ് നടക്കുന്നത്? ഇതൊക്കെ നമ്മൾ ദീനിന് ചേർന്നതാണോ? നിങ്ങൾക്ക് അറിയില്ലേ? ഒന്നുമില്ല, നിങ്ങൾ മക്കളെ, നിങ്ങളെ സ്വന്തം ഭർത്താവിനെ നിങ്ങൾ ചതിച്ചിട്ട് ഈ ഒരു പ്രവൃത്തിക്ക് നിങ്ങൾ നിൽക്കാൻ പാടുണ്ടോ? എളാമ്മ, നിങ്ങളെൻ്റെ മുഖത്തേക്ക് നോക്കി. എളാമ്മ അതെ തല താഴ്ത്തി നിൽക്കുകയാണ്. എളാമ്മയെ 2 പൊട്ടിക്കണമെന്ന് അവനക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു മുത്തുവിന്. കാരണം അത്രക്കും അവരെന്നെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കിയതാണ്. പക്ഷേ അള്ളാഹുവിനെ വിചാരിച്ചിട്ട് മാത്രം അതിന് നിൽക്കുന്നില്ല. എളാമ്മ, എൻ്റെ കൈ ധരിക്കാഞ്ഞിട്ടല്ല, നിങ്ങളെയൊക്കെ അടിച്ച് പരുത്താൻ ലേറ്റില്ല, വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അഥവാ നിങ്ങളെ തൊട്ടാൽ നിങ്ങൾ അതല്ല, അതിൻ്റെ അപ്പുറം വേറെ പറഞ്ഞുണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. ഷൗക്കത്തെ, എന്താ വേണ്ടത്? നിങ്ങൾ പുറത്ത് പറയല്ലേ, എന്നെ വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ ചെയ്തോളി, നിങ്ങൾ ദയവായിട്ട് പുറത്തേക്ക് പറയല്ലേ. അത് തല്ലിച്ചതച്ച് അവൻ്റെ മുഖമാകെ വീങ്ങിയിരിക്കുന്നു, കൈകളാകെ ഒടിഞ്ഞിരിക്കുന്നു. അത് 2 പേരും കൂടി നല്ല രീതിയിൽ പെരുമാറിയിട്ടുണ്ട്. പക്ഷേ എളാമാക്കും നല്ലൊരു പണിഷ്മെൻറ്റ് കൊടുക്കണമെന്ന് ഷാമിൽ വിചാരിക്കുന്നു. എളാമിനി മുതൽ എൻ്റെ വീട്ടിൽ നിൽക്കണ്ട, ഇറങ്ങിപ്പോയിക്കോളി, പോയിക്കോളി. എൻ്റെ കുട്ടികളെ ഇങ്ങോട്ട് തരണം, നിങ്ങൾ എവിടേക്കാച്ചാൽ പോയിക്കോളി, എനിക്കൊരു വിഷമമില്ല. പക്ഷേ ഈ വീട്ടിൽ നിങ്ങൾ നിൽക്കാൻ പാടില്ല. ഒരിക്കൽ പോലും നിങ്ങൾക്കിതിൽ അവകാശമല്ല. ഇതെൻ്റെ പേരിലുള്ള വീടാണ്. ഒരിക്കൽ പോലും നല്ല രീതിയിൽ ഹലാലായ രീതിയിൽ മക്കളെ നോക്കിക്കൊണ്ട് നിന്നോട്ടെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഞാൻ വീടും കാര്യങ്ങളൊക്കെ തന്നു. പക്ഷേ നിങ്ങൾ നന്ദികേട് കാണിച്ചു പടച്ച റബ്ബിനോട്. നിങ്ങൾ ഉപ്പാക്ക് സുഖമില്ലെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ എന്തൊക്കെ പറഞ്ഞത്? അങ്ങോട്ട് ജീവൻ പോയിക്കൂടെ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടായിരുന്നില്ലേ ഇത്രക്കും വലിയ കള്ളത്തരങ്ങൾ? അതിനല്ലേ ഷൗക്കത്തെ, നിൻ്റെ വീട്ടിലേക്ക് ഞാൻ കൈയും കാലും കെട്ടി നിന്നെ കൊണ്ടുപോയിടും. നിങ്ങളുടെ ഉപ്പയുടെ മുമ്പിൽ, നിങ്ങളുടെ ഭാര്യയുടെ മുമ്പിൽ ഞാൻ കൊണ്ടുപോയിട്ട് ദയവായി എന്നെ തൊടരുത്, ദയവായി ഞാൻ ഇനി വരില്ല, ഞാൻ ഒന്നിനുമില്ല,
ദയവായി ഇവളെ പണിയാണ്, ഞാനൊന്നല്ല ഇതിന് നിന്നത് സത്യമായിട്ടും. അല്ലെങ്കിൽ ഇവൾക്ക് ഇന്ന് തന്നെ വിളിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? പക്ഷേ ഓള് പറയും എനിക്ക് തീരെ ക്ഷമല്ലേ, വേഗം വരിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ. എന്നാൽ അത് കേട്ടപ്പോൾ ഷൗക്കത്തിനെ നോക്കി എളാമ. ഓ, എന്നെ ചതിക്കാൻ എന്ത് എളുപ്പമായിരുന്നു. ഓ, വിളിച്ചപ്പോൾ ഓടി ഇങ്ങോട്ട് എത്തിയിരുന്നല്ലോ. എളാമ, കഴിഞ്ഞൊക്കെ കഴിഞ്ഞ് ഇനി ഇവിടെ വെച്ച് ഇനി നിങ്ങളെ രണ്ടുപേരെയും നാട്ടുകാർ കൈകാര്യം ചെയ്തോളും. ഞാൻ അവരുടെ മുമ്പിലേക്ക് നിങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. ഒരു നിമിഷം എളാമ ഞെട്ടിത്തെറിച്ചു. എന്തായിരിക്കും ഷാമിൽ ഇനി ചെയ്യുവാൻ വേണ്ടി പോകുന്നത്? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.